വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫോബിയാസ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഫോബിയാസ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ വസ്തുക്കളോടും നമ്മൾ കാണിക്കുന്ന പേടികൾക്ക് പറയുന്ന പേരുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് അനിമൽ. അനിമലിനോടുള്ള പേടിക്ക് പറയുന്ന പേരാണ് സൂഫോബിയ. അനിമല് സൂഫോബിയ. അപ്പോൾ നമുക്കറിയാം അനിമൽസിനെയൊക്കെ നമുക്ക് കാണണമെങ്കിൽ എവിടെ പോകണം? സൂവിൽ പോകണം. അപ്പോൾ അനിമൽസിനോടുള്ള പേടിക്ക് പറയുന്ന പേര് സൂഫോബിയ. നമുക്ക് അങ്ങനെ ഓർത്തിരിക്കാം. ഇനി ബീസ് ആണെങ്കിലാ അപ്പിഫോബിയ. ബീസ് അപ്പിഫോബിയ. APIPHOBIA അപ്പിഫോബിയ. ഇനി ബേഡ്സ് ആണെങ്കിലാ ബേഡ്സിനോടുള്ള പേടിക്ക് പറയുന്ന പേരാണ് ഓർണിത്തോഫോബിയ. നമുക്കറിയാം ഓർണിത്തോളജി എന്ന് പറഞ്ഞാൽ പക്ഷികളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരാണ് ഓർണിത്തോളജി. ഇപ്പോൾ സ്റ്റഡി അബൌട്ട് ബേർഡ്സ് ഈസ് നോൺ ആസ് ഓർണിത്തോളജി. അപ്പം ബേഡ്സിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് ബേഡ്സിനെ അല്ലെങ്കിൽ ബേഡ്സിനെ പക്ഷികളെ പേടിക്കുന്നതിന് പറയുന്ന പേരാണ് ഓർണിത്തോഫോബിയ. അപ്പോൾ ഓർണിത്തോളജി പക്ഷികളെക്കുറിച്ചുള്ള പഠനം, പക്ഷികളെ പേടിക്കുന്നതിന് പറയുന്ന പേരാണ് ഓർണിത്തോഫോബിയ. ഇനി അടുത്താണ് ബ്ലാക്ക്. അപ്പോൾ ബ്ലാക്കിനോടുള്ള പേടിക്ക് പറയുന്ന പേരാണ് മെലാനോഫോബിയ. മെലാനോഫോബിയ. ബ്ലാക്ക് ആണെങ്കിൽ മെലാനോഫോബിയ. നമുക്ക് എങ്ങനെ ഓർക്കാം? മെലാനിൻ്റെ കളറ് ബ്ലാക്ക് കളറല്ലേ? അപ്പോൾ മെലാനിനെ പേടിക്കുന്നതിന് പറയുന്ന പേര് അല്ലെങ്കിൽ ബ്ലാക്കിനെ പേടിക്കുന്നതിന് പറയുന്ന പേര് മെലാനോഫോബിയ. ബ്ലഡ് ആണെങ്കിലാ ഹീമോഫോബിയ. ബ്ലഡ് ഹീമോഫോബിയ. അതിനകത്ത് നിന്ന് തന്നെ വാക്കുണ്ട് ഹീമോ. ബ്ലഡ് ഹീമോഫോബിയ. ഇനി ബുക്കാണെങ്കിലാ ബിബ്ലിയോഫോബിയ. ബുക്കിനോടുള്ള പേടിക്ക് പറയുന്ന പേര് ബിബ്ലിയോഫോബിയ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ബൈബിള് ഒരു ബുക്കാണ്. ബൈബിൾ ബിബ്ലിയോഫോബിയ. ഇനി ചിൽഡ്രൻ ആണെങ്കിലാ പെഡോഫോബിയ. നമ്മൾ പീഡിയാട്രിഷ്യൻ എന്നൊക്കെ പറയില്ലേ, കുട്ടികളെ നോക്കുന്ന ഡോക്ടർ. അപ്പോൾ പെഡോഫോബിയ. അപ്പോൾ കുട്ടികളെ പേടിക്കുന്നതിന് പറയുന്ന പേര് പെഡോഫോബിയ. നൈറ്റ്, ഇപ്പോൾ രാത്രിയെ അല്ലെങ്കിൽ ഡാർക്ക്നെസ്സിനെ പേടിക്കുന്നതിന് പറയുന്ന ഡാർക്ക്നെസ്സിനെ പേടിക്കുന്നതിന് പറയുന്ന പേരാണ് നെക്റ്റോഫോബിയ. നൈറ്റ് നെക്റ്റോഫോബിയ അല്ലെങ്കിൽ അച്ചുലുഫോബിയ എന്നും പറയാം. നെക്റ്റോഫോബിയ അല്ലെങ്കിൽ അച്ചുലുഫോബിയ. അപ്പം നൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക്നെസ്സിനെ പേടിക്കുന്നതിന് പറയുന്ന പേര് നെക്റ്റോഫോബിയ അല്ലെങ്കിൽ അച്ചുലുഫോബിയ. ഇനി ഡെപ്ത്, ആഴങ്ങളെ പേടിക്കുന്നതിനാണെങ്കിലാ തനാറ്റോഫോബിയ. ഡെപ്തിനെ പേടിക്കുന്നതിന് പറയുന്ന പേര് തനാറ്റോഫോബിയ. ഡോഗ് ആണെങ്കിലാ സൈനോഫോബിയ. ഡോഗിനെ പേടിക്കുന്നതിന് പറയുന്ന പേര് സൈനോഫോബിയ. ഡോക്ടർ ആണെങ്കിലാ ലാട്രോഫോബിയ. ഡോക്ടറിനെ പേടിക്കുന്നതിന് പറയുന്ന പേര് ലാട്രോഫോബിയ. ഒന്നും കൂടെ: അനിമൽ, സൂഫോബിയ, ബീസ്, അപ്പിഫോബിയ, ബേർഡ്സ്, ഓർണിത്തോഫോബിയ, ബ്ലാക്ക്, മെലാനോഫോബിയ, ബ്ലഡ്, ഹീമോഫോബിയ, ബുക്ക്, ബിബ്ലിയോഫോബിയ, ചിൽഡ്രൻ, പെഡോഫോബിയ, നൈറ്റ്, നെക്റ്റോഫോബിയ അല്ലെങ്കിൽ അച്ചുലുഫോബിയ, ഡെപ്ത്, തനാറ്റോഫോബിയ, ഡോഗ്, സൈനോഫോബിയ, ഡോക്ടർ, ലാട്രോഫോബിയ. അടുത്ത ഡ്രീംസ്. ഡ്രീംസിനെ പേടിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മളെ സ്വപ്നം, ഡ്രീംസിനെ പേടിക്കുന്നതിന് പറയുന്ന പേരാണ് ഒനീറോഫോബിയ. ഡ്രീംസ് ആണെങ്കിലാ ഒനീറോഫോബിയ ഡ്രീംസ്. അടുത്ത ഫ്യൂച്ചറിനെ കുറിച്ച് പേടിക്കുന്നതിന് പറയുന്ന പേരാണ് ക്രോണോഫോബിയ. ഭാവിയെക്കുറിച്ച് പേടിക്കുന്നതിന് പറയുന്ന പേര് ക്രോണോഫോബിയ. അടുത്ത ഗോസ്റ്റ് ആണെങ്കിലാ ഫസ്മോഫോബിയ. നമുക്കറിയാമല്ലേ, ഇപ്പം ഫസ്മോ ഒക്കെ വാരി എറിയുന്നത് ഈ പ്രേതത്തിനെ ഒഴിപ്പിക്കാനാണെന്ന് ഓർക്കുക. ഫസ്മോഫോബിയ ഗോസ്റ്റ്. അപ്പം ഗോസ്റ്റിനെ പേടിക്കുന്നതിന് പറയുന്ന പേര് ഫസ്മോഫോബിയ. എന്നാൽ ഗോഡാണെങ്കിൽ തിയോഫോബിയ. നമുക്കറിയാം ഈ അമ്പലങ്ങളിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും തീ വെച്ചുള്ള പരിപാടിയാണ്. നമുക്കറിയാമല്ല, മെഴുകുതിരി കൊളുത്തണമാണെങ്കിലും അമ്പലങ്ങളിൽ വിളക്കുകൾ തെളിയിക്കുന്നതാണെങ്കിലും എല്ലാം തീ വെച്ചുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് പറയാം, അപ്പോൾ ഗോഡിനെ പേടിക്കുന്നതിന് പറയുന്ന പേരാണ് തിയോഫോബിയ. എന്നാൽ ഹൈറ്റ് ആണെങ്കിൽ അക്രോഫോബിയ. ഹൈറ്റിനെ പേടിക്കുന്നതിന് പറയുന്ന പേര് അക്രോഫോബിയ. ലൈറ്റ് ആണെങ്കിൽ ഫോട്ടോഫോബിയ. നമ്മൾ ഫോട്ടോ എടുക്കണമെങ്കിൽ ലൈറ്റ് വേണമെന്ന് ഓർക്കുക. ഫോട്ടോ എടുക്കണമെങ്കിൽ എന്ത് വേണം? ലൈറ്റ് വേണം. അപ്പോൾ ഫോട്ടോഫോബിയ എന്തിനെ പേടിക്കുന്നു? ലൈറ്റിനെ പേടിക്കുന്നതിന് പറയുന്ന പേര് ഫോട്ടോഫോബിയ. എന്നാൽ ലോൺലിനെസ്, ഏകാന്തത, ഒറ്റയ്ക്കുള്ള ജീവിതത്തെ പേടിക്കുന്നതിന് പറയുന്ന പേരാണ് മോണോഫോബിയ. നമുക്കറിയാം മോണോ എന്ന് പറഞ്ഞാൽ ഒന്നെന്നാണ് അർത്ഥം. അപ്പോൾ ഒറ്റയ്ക്കാവുന്നതിനെ പേടിക്കുന്നതിന് പറയുന്ന പേര് മോണോഫോബിയ. ലോൺലിനെസ്, മോണോഫോബിയ. എന്നാൽ ആണുങ്ങളെ പേടിക്കുന്നതിന് പറയുന്ന പേരാണ് ആൻഡ്രോഫോബിയ. മെന്നാണെങ്കിൽ ആൻഡ്രോഫോബിയ. എന്നാൽ നമ്പേഴ്സ് ആണെങ്കിലാ
ന്യൂമറോഫോബിയ. നമ്പേഴ്സിനെ പേടിക്കുന്നതിന് പറയുന്ന പേര് ന്യൂമറോഫോബിയ. നമ്പേഴ്സ് ന്യൂമറോഫോബിയ. അടുത്ത പെയിൻ, വേദനയെ പേടിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വേദനയെ പേടിക്കുന്നതിന് പറയുന്ന പേരാണ് അഗ്ലിഫോബിയ. വേദനയാണെങ്കിൽ പെയിൻ ആണെങ്കിൽ അഗ്ലിഫോബിയ. അടുത്ത ടെലഫോൺ ആണെങ്കിൽ ഫോൺ അല്ലെങ്കിൽ ടെലഫോൺ മൊബൈലിനെ പേടിക്കുന്നതിന് പറയുന്ന പേരാണ് ടെലഫോണോഫോബിയ. ഫോൺ അല്ലെങ്കിൽ മൊബൈലിനെ പേടിക്കുന്ന പേര് ടെലഫോണിനെ പേടിക്കുന്നതെന്ന് പഠിച്ചാലും മതി. ടെലഫോൺ ആണെങ്കിൽ ടെലഫോണോഫോബിയ. സ്ലീപ്പ് ആണെങ്കിൽ സോംനിഫോബിയ. സ്ലീപ്പ് ആണെങ്കിൽ സോംനിഫോബിയ. സോംനാംബുലിസം എന്ന് പറഞ്ഞാൽ മതി, ആ ഓർമ്മയിലിരിക്കുമല്ലോ. സോംനാംബുലിസം ഉറക്കത്തിലൊക്കെ എഴുന്നേറ്റ് നടക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ്. അപ്പോൾ സോംനിഫോബിയ. ഒന്നും കൂടെ, ഡ്രീംസ് ആണെങ്കിൽ ഒനീറോഫോബിയ. ഫ്യൂച്ചർ ആണെങ്കിൽ ക്രോണോഫോബിയ. അടുത്ത ഗോസ്റ്റ് ആണെങ്കിൽ ഫസ്മോഫോബിയ. ഗോഡ് തിയോഫോബിയ. ഹൈറ്റ് അക്രോഫോബിയ. ലൈറ്റ് ഫോട്ടോഫോബിയ. ലോൺലിനെസ് മോണോഫോബിയ. മെൻ ആൻഡ്രോഫോബിയ. നമ്പേഴ്സ് ന്യൂമറോഫോബിയ. പെയിൻ അഗ്ലിഫോബിയ. ടെലഫോണോഫോബിയ. സ്ലീപ്പ് സോംനിഫോബിയ. അതുപോലെ അടുത്താണ് ടെക്നോളജി. ടെക്നോളജിയെ പേടിക്കുന്നതിന് പറയുന്ന പേരാണ് ടെക്നോഫോബിയ. ടെക്നോളജി ആണെങ്കിൽ ടെക്നോഫോബിയ. എന്നാൽ വൊമിറ്റിംഗ് ആണെങ്കിൽ വൊമിറ്റിങ്ങിനെ പേടിക്കുന്ന പറയുന്ന പേരാണ് എമറ്റോഫോബിയ. വൊമിറ്റിങ് എമിഷൻ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകുക എന്നല്ലേ. അപ്പം എമറ്റോഫോബിയ. വൊമിറ്റിങ് എമറ്റോഫോബിയ. വുമൺ ആണെങ്കിൽ ഗൈനോഫോബിയ. എങ്ങനെ ഓർത്തിരിക്കാം? ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു വുമൺ അല്ലേ. അപ്പം ഗൈനോഫോബിയ. വുമൺ ഗൈനോഫോബിയ. വാട്ടർ ആണെങ്കിൽ ഹൈഡ്രോഫോബിയ. അത് നമുക്ക് ആ വാക്കിൽ നിന്ന് തന്നെ കിട്ടും. ഹൈഡ്രോഫോബിയ. വാട്ടർ ഹൈഡ്രോഫോബിയ. എന്നാൽ യെല്ലോ മഞ്ഞ കളറിനെ പേടിക്കുന്നതിന് പറയുന്ന പേരാണ് സാന്തോഫോബിയ. ഈ സാന്തോഫിൽ എന്ന് പറയുന്നത് ഒരു വർണ്ണവസ്തുവാണ്. അതിൻ്റെ നിറം ഏതാണ്? മഞ്ഞ കളറാണ്. അപ്പം സാന്തോഫോബിയ. അപ്പം ടെക്നോളജി ടെക്നോഫോബിയ, വൊമിറ്റിങ് എമറ്റോഫോബിയ, വുമൺ ഗൈനോഫോബിയ, വാട്ടർ ഹൈഡ്രോഫോബിയ, യെല്ലോ സാന്തോഫോബിയ.